വീക്ക്ലി ടാസ്കിനകത്തും അടികളുണ്ട്. പക്ഷേ രസകരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ അത്ര സുഖിച്ചൊന്നുമില്ല എനിക്ക് എപ്പിസോഡ് കണ്ടിട്ട്. ഭയങ്കര വലിയൊരു സംഭവം തോന്നിയില്ല. പിന്നെ നോമിനേഷൻ ഫ്രീ ടാസ്ക് കൊടുത്തു, ഡെയിലി ടാസ്ക് 2. അതിനകത്തും ബോയ്സ് തന്നെ ജയിച്ചു. അപ്പോൾ അവർക്ക് തന്നെ നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടി. അരിമാൽ ദേശവും കോമള ദേശവുമാണ് രണ്ട് രാജ്യങ്ങൾ. ഇവർ തമ്മിലുള്ള അടിയാണ് ഇന്നത്തെ വീക്ക്ലി ടാസ്ക്. പിന്നെ ശിവയെ സേവ് ചെയ്തു ആണുങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട്. നോമിനേഷൻ ഫ്രീ കാർഡ് വെച്ച് ചെങ്കോല് മോഷണം പോയി. സിംഹാസനം കൈക്കലാക്കാൻ 5 ടാസ്ക് ഉണ്ട്. 5 ടാസ്കിൽ 2 ഇന്ന് കഴിഞ്ഞു. 2 ബോയ്സ് തന്നെയാണ് വിജയിച്ചത്. വേറെ കാര്യമായിട്ടൊന്നും ഇന്ന് നടന്നില്ല. ഒരു കഥ പോലെ പറയാനേ ഉള്ളൂ, ഒരു റിവ്യൂ പോലെ പറയാനൊന്നുമില്ല, ഒരു കഥ പോലെ പറയാനേ ഉള്ളൂ. പിന്നെ റാണവിൻ്റെ കുറേ മണ്ടത്തരങ്ങൾ. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 ഡേ 45 നവംബർ 20 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ രാവിലെ തന്നെ മോർണിംഗ് സോങ് ആണ്. അത് കഴിഞ്ഞിട്ട് ഗേൾസ് ടീം ചിന്തിക്കുകയാണ്, ആരെ നമുക്ക് ഒറ്റുകാരനാക്കണം അപ്പുറത്തെ ടീമിൽ നിന്ന്. മുത്തുവിനെ ആക്കിയാലോ? വേണ്ട, സംശയിക്കും. എങ്കിൽ ശിവയെ ആക്കിയാലോ എന്നൊക്കെ പറഞ്ഞ് അവർ ഡിസ്കസ് ചെയ്യുവാണ്. ടാസ്ക് തുടങ്ങുന്നു. സാച്ചമ്മ ദേവി എന്നാണ് സാജനയുടെ പേര്. റാണവിൻ്റെ പേര് രാജ റാണവ് കേസരി എന്നാണ് പേര്. അപ്പോൾ ഇവരുടെ ദേശം കോമള ദേശവും, പെണ്ണുങ്ങളുടെ ദേശം കോമള ദേശം, ആണുങ്ങളുടെ ദേശം അരിമാൽ ദേശവുമാണ്. അങ്ങനെ ഓരോരുത്തരും അവരുടെ ടാസ്കിലുള്ള ഡ്യൂട്ടികളെല്ലാം ചെയ്തു തുടങ്ങുന്നു. വളരെ സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് കണ്ടിരിക്കാതെ. ഒരു ഫോണും കൂടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് TV നോക്കി സ്ക്രോൾ ചെയ്ത് ഇരിക്കാം. അൻഷിത ഒരു വെറൈറ്റി ക്യാരക്ടറൊക്കെ ആയിട്ട് വരുന്നുണ്ട്, കൊള്ളാം. പിന്നെ അതിനുശേഷം അരുണും ആനന്ദിയും കൂടി, 2 രാജ്യം കൂടെ മിക്സ് ചെയ്താണ് ഞാൻ പറയുന്നത്. അരുണും ആനന്ദിയും കൂടെ ഒളിച്ചോടി വന്ന കപ്പിൾസ് ആയിട്ട് വരുന്നുണ്ട്. മുത്തു ഇതിനിടയിൽ കൂടി പെണ്ണുങ്ങളുടെ ഇവിടെ ഇടം മാറി കയറുന്നുണ്ട്. അപ്പോൾ മഞ്ചരി വരുന്നു, വഴക്ക് പറയുന്നു. മഞ്ചരി പടത്തലവത്തിയാണ്, അപ്പോൾ വഴക്ക് പറയുന്നു. വിശാൽ ക്രോസ് ചെയ്ത് വരുന്നു, ശിക്ഷ കൊടുക്കുന്നു. മുത്തു ഇതേ സമയം പോയി ബെഡിൽ ഒളിക്കുന്നു. മുത്തുവിനെ പോയി അവിടെ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. ജെഫ്രി വരുന്നു, ജെഫ്രിക്ക് ഏത്ത വിടാനൊക്കെ ശിക്ഷ കൊടുക്കുന്നു. ടാസ്കിന്റെ ഭാഗമാണ് ഇതെല്ലാം. അതിനുശേഷമാണ് ടാസ്ക് വരുന്നത്. 2 നാടിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ടാസ്ക് ആണ് തരാൻ പോകുന്നത്. നിങ്ങളുടെ ടാസ്ക് ഒക്കെ ഞാൻ പറയുന്ന പോലെ തന്നെ ഗാർഡൻ ഏരിയയിൽ കുറച്ച് കളിമണ്ണ് അവിടെ കൂട്ടിയിട്ടിരിക്കും. ബസർ അടിക്കുമ്പം നിങ്ങളുടെ ടീമിൽ നിന്നും 5 പേര് വീതം പോയി എന്ത് ചെയ്യണം? ഈ കളിമണ്ണ് കളക്ട് ചെയ്യണം. 5 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഈ പ്രജകൾ ഇപ്പം ഒരിടത്ത് 5 പേരും ഒരിടത്ത് 4 പേരും ആണ്. അപ്പോൾ 4 ഈക്വൽ ആയിട്ടാണ് പോകാനുള്ളത്. പോവുക, കളിമണ്ണ് മാക്സിമം കളക്ട് ചെയ്ത് കൊണ്ടുവരിക. കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിൽ നിന്നും ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുക. ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി, ഇതിന് വേറൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പറയാം. സാധനങ്ങൾ ഉണ്ടാക്കി മാക്സിമം സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും ജയിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം എന്ന് പറയുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? മുത്തു, ശിവ, അരുൺ, ആനന്ദി ഇവരാണ് ബോയ്സ് ടീമിലെ പ്രജകൾ. പിന്നെ രഞ്ജിത്തും ഉണ്ട്. രഞ്ജിത്തിന്റെ മേക്ക് ഓവർ എന്ന് എടുത്തു പറയേണ്ട സാധനമാണ് കേട്ടോ. ഭയങ്കര അടിപൊളി മേക്ക് ഓവറാണ് രഞ്ജിത്ത് ചെയ്തിരിക്കുന്നത്. കാരണം രഞ്ജിത്തിനെ കണ്ടു കഴിഞ്ഞാൽ, രഞ്ജിത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 40, 45, 50 വയസ്സുണ്ടെങ്കിൽ ഒരു 80 വയസ്സാകുമ്പോൾ രഞ്ജിത്ത് എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ഇതാണ് രഞ്ജിത്തിന്റെ ഒരു മുഖത്തിന്റെ ഇന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. ഭയങ്കര അടിപൊളി മേക്കപ്പാണ് രഞ്ജിത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് ആ പ്രജയായിട്ട്. പിന്നെ ഗേൾസ് ടീമിൽ നിന്നും പോകുന്നത് നമ്മുടെ എന്താ പറയുക, ഗേൾസ് ടീമിൽ നിന്നും അവരുടെ വർഷിണി, ജാക്ലിൻ, അൻഷിത, സത്യ ഇവരെത്രയാണ് പോകുന്നത്. ഗേൾസ് ടീമിനുള്ള ചാരൻ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബോയ്സ് ടീമിനുള്ള ചാരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്ലിൻ ആണ്. ഇവരുടെ ടീമിൽ നിന്ന് ജാക്ലിനാണ് എല്ലാം ചോർത്തി കൊടുക്കുന്നത്. ബോയ്സ് ടീമിൽ നിന്നും ശിവയാണ് ചാരൻ. അതെ, ഗേൾസ് ടീമിന്റെ ചാരൻ ശിവയാണ് ബോയ്സ് ടീമിലെ. പക്ഷെ പിടിക്കപ്പെടുന്നുണ്ടെന്ന് ചാരൻ. അങ്ങനെ കളിമണ്ണ് കളക്ട് ചെയ്യുന്നു. ഓരോ സാധനങ്ങൾ വീതം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല സാധനങ്ങൾ ഉണ്ടാക്കുന്നു. പാമ്പുണ്ടാക്കുന്നു, ആമ ഉണ്ടാക്കുന്നു, പിന്നെ കത്തി ഉണ്ടാക്കുന്നു. 2 ടീമുകളും 2 വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്കാണ് ജാക്കിലിൽ നിന്ന് ഉണ്ടാക്കുന്നു, അൻഷിത ഉണ്ടാക്കുന്നു, സത്യ, വർഷിണി. അപ്പം ജാക്കിലിൻ്റെ ആളെ ഇത് അങ്ങോട്ട് വെക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ വർഷിണി ഇങ്ങനെ എടുത്തിടുന്നു. ഇടുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാക്കി വെച്ചത് ഒരു കളിമണ്ണിൻ്റെ പുറത്തൂടെ വന്ന് വീഴുന്നു. അപ്പം അൻഷിതയും ഈ പറയുന്ന ജാക്കലിനും കൂടി എന്താണ് ഇങ്ങനെ കാണിക്കരുത്, ഇങ്ങനെ പ്രശ്നം നമ്മളിപ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് എന്നെല്ലാം പറഞ്ഞ ഒരു ചെറിയ ഗലാട്ട അവിടെ നടക്കുന്നുണ്ട്. പിന്നീട് അടുത്താണ് രാജാവും നമ്മുടെ ആണുങ്ങളുടെ ടീമിൽ നിന്ന് രാജാവ്, പിന്നെ രാജഗുരു, സേനാധിപതി ഇവരെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യാണ്. രാജാവ് റാണവ്, രാജഗുരു റയാൻ, സേനാധിപതി ദീപക് ഡിസ്കസ് ചെയ്യാണ്. അപ്പുറത്ത് അവരുടെ ചെങ്കോൽ അടിച്ചു മാറ്റുന്ന കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചെങ്കോൽ ഒളിപ്പിച്ചും വെക്കണം എന്നൊക്കെയുള്ള കാര്യം സംസാരിക്കുകയാണ്. കുറച്ച് കഴിയുന്നു, സാച്ചമ്മ ദേവി വന്ന് നോക്കുന്നു, ചെങ്കോലി കാണാനില്ല. ചെങ്കോൽ അവന്മാരെ അടിച്ചു മാറ്റി.
മഞ്ജരി വരുന്നു, കാര്യം അറിയുന്നു. മഞ്ജരി സേനാധിപതിയാണ്, സൗന്ദര്യ വർക്കറാണ്. അപ്പോൾ ഇവരൊക്കെ സീക്രട്ടായിട്ട് തപ്പുകയാണ്. സീക്രട്ടായിട്ട് തപ്പാൻ വേണ്ടിയിട്ട് മഞ്ജരി അപ്പുറത്തെ അവരുടെ ബാത്റൂമിൽ കയറുന്നു, കാണുന്നു അവിടുന്ന് ആൾക്കാർ. മഞ്ജരി ശിക്ഷ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ എന്ത് ശിക്ഷയാണ് ഞാൻ ചെയ്യേണ്ടത്? അത് നമ്മുടെ നാട്ടിൽ ധൈര്യമില്ല, നമ്മുടെ നാട്ടിൽ സത്യമില്ല എന്നെല്ലാം പറയണമെന്ന് പറയുന്നു. ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് ആര് പറയണം? മഞ്ജരി പറയാണ്. അപ്പോൾ അടുത്ത് തർഷികയെടുത്ത് വീണ്ടും പറയുകയാണ്. തർഷികയെടുത്തും ഇതുപോലെ തർഷിക അപ്പുറത്ത് പോകുമ്പോഴത്തേക്കും തർഷികയെടുത്തും പറയുന്നു ശിക്ഷ ഇതുപോലെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്. അപ്പോൾ ശിക്ഷ തന്നു കഴിഞ്ഞാൽ ഞാൻ അനുസരിക്കുക, എൻ്റെ നാട്ടിനെ ഞാൻ അങ്ങനെയൊന്നും പറയില്ല. അടുത്ത സൗന്ദര്യ കയറുന്നു. സൗന്ദര്യ ഈ ചെങ്കോലി തപ്പിയാണ് കയറുന്നത്. ചെങ്കോലി തപ്പി കയറുന്നു, ബാത്റൂമിൽ പോയി വിളിക്കുന്നു. ജെഫ്രി കണ്ടുപിടിച്ച് നേരെ വിളിച്ചുകൊണ്ട് വരുന്നു. സൗന്ദര്യക്കും ശിക്ഷ കൊടുക്കുന്നു. സൗന്ദര്യ പറഞ്ഞു രാജാവ് നല്ലതാണെന്നൊക്കെ പറയുന്നു. അതൊക്കെ പറയുന്നു. അവസാനം തല കുനിക്കാൻ പറയുമ്പോൾ ഞാൻ തല കുമ്പിടത്തില്ല, ഞാൻ എൻ്റെ റാണിയുടെ മുമ്പിൽ മാത്രമേ തല കുമ്പിടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ എന്ത് ചെയ്യാണ്? തിരിച്ചു പോവാണ് സൗന്ദര്യ ഇന്ന് ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കുക എന്താ കാര്യം ഇത്. അതിനുശേഷമാണ് നോമിനേഷൻ ഫ്രീ പാസ് ടാസ്ക് വരുന്നത്. ഡെയിലി ടാസ്ക് 2 ആണ്, വേറെ ഒന്നുമല്ല. ആക്ടിവിറ്റി ഇത് വിവരമുള്ള ആളാണെങ്കിൽ ജയിക്കാം. ഞാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തോക്കും, കാരണം എനിക്ക് വിവരമില്ല. അപ്പം എന്ത് ചെയ്യുക? നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ 2 മാപ്പ് ഉണ്ടാവും. മാപ്പ് എന്ന് പറഞ്ഞാൽ ഭൂപടം, ലോക ഭൂപടം ഉണ്ടാവും. അതിനകത്ത് 20 രാജ്യങ്ങൾ അവിടെ നിങ്ങൾക്ക് തന്നിരിക്കും. ഈ 20 രാജ്യങ്ങൾ കറക്റ്റായിട്ട് ഒരു സംഭവമുണ്ട്, മാഗ്നറ്റും രാജ്യത്തിൻ്റെ പേരും. ഈ 20 രാജ്യങ്ങൾ നിങ്ങൾ ഒട്ടിക്കണം. അതാണ് ടാസ്ക്. അത്ര മാത്രമാണ് ടാസ്ക്. 20 രാജ്യങ്ങൾ ഒട്ടിക്കുക എന്നുള്ളത്. ഓരോരോ രാജ്യങ്ങൾ, ഇന്ത്യ, അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ രാജ്യങ്ങൾ, കാനഡ, ഓരോരോ രാജ്യങ്ങൾ ഒട്ടിക്കുക. കറക്റ്റ് പൊസിഷനിൽ ഒട്ടിക്കണം. അപ്പോൾ ഓരോന്നിനും ഓരോ പോയിന്റാണ്. മാക്സിമം ആരാണ് ഒട്ടിക്കുന്നത് അവർക്കാണ് പോയിന്റ്. ഒരു ടീമിൽ നിന്ന് 2 പേർക്ക് കളിക്കാൻ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ശിവയും ദീപക്കുമാണ് ബോയ്സ് ടീമിൽ നിന്ന് പോകുന്നത്. ഗേൾസ് ടീമിൽ നിന്ന് മഞ്ജരിയും വർഷിണിയാണ് പോകുന്നത്. ആനന്ദിയും സൗന്ദര്യയാണ് ജഡ്ജസ്. അപ്പം ആണുങ്ങൾ 20 എണ്ണത്തിൽ 17 എണ്ണം കറക്റ്റായിട്ട് വെക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ 20 എണ്ണത്തിൽ 11 എണ്ണേ കറക്റ്റായിട്ട് വെക്കുന്നുള്ളൂ. അങ്ങനെ ബോയ്സ് ഈ ടാസ്കിൽ ജയിക്കുകയാണ്. അപ്പോൾ ടാസ്ക് 1ലും അവർ ജയിച്ചു, ടാസ്ക് 2ലും ബോയ്സ് ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തന്നെ ഈ ടാസ്ക് 3യുടെ ആവശ്യം വരുന്നില്ലല്ലോ. നോമിനേഷൻ ഫ്രീ കാർഡ് അവർക്ക് കിട്ടുന്നു. അപ്പം അവരത് ആർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ട് അവസാനം ശിവയ്ക്ക് കൊടുക്കാം. ശിവ ഇപ്രാവശ്യം കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ഇനിയും ശിവയ്ക്ക് പറ്റും എന്നുള്ള ഒരു ഇതിലേക്ക് വന്ന് ശിവയെ സേവ് ആക്കുവാണ്. ദെൻ അപ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് സിംഹാസനത്തിന് വേണ്ടിയിട്ട് മൊത്തം 5 ടാസ്കുകളാണ് നിങ്ങൾ ചെയ്യുന്നത്. മൊത്തം 5 കടമ്പകൾ കടന്നു കഴിഞ്ഞാൽ ഒരു മെയിൻ സിംഹാസനം അവിടെ ഉണ്ട്. ഈ സിംഹാസനം നിങ്ങൾക്ക് കിട്ടും. ഈ സിംഹാസനം കിട്ടാൻ വേണ്ടി 5 കടമ്പകളുണ്ട്. അതിനകത്ത് ഒരു കടമ്പ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ആ ഒരു കടമ്പ ഏതായിരുന്നു? ഈ നോമിനേഷൻ ഫ്രീ പാസ് ആയിരുന്നു. അപ്പോൾ അത് ഈ കടമ്പയായിരുന്നു. അപ്പോൾ അവർ ജയിച്ചു. ഇനി അടുത്ത് എന്താ നമ്മുടെ സൗന്ദര്യ വീണ്ടും ഇപ്പുറത്ത് കയറുന്നു. സൗന്ദര്യത്തെ ശിക്ഷ ചെയ്യാൻ പറയുന്നു. സൗന്ദര്യം കേൾക്കുന്നില്ല. എൻ്റെ ചെങ്കോല്, നമ്മുടെ റാണിയുടെ ചെങ്കോല് തരാതെ ഞാൻ തിരിച്ചു പോകൂല എന്നെല്ലാം പറയുന്നു. ഇതേ സമയം ശിവ, മുത്തു, അരുൺ ഇവരെന്ത് ചെയ്യുന്നു? പെണ്ണുങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കളിമൺ പ്രതിമകളെ മോഷ്ടിച്ചുകൊണ്ട് വന്ന് അവരുടെ ഇടയിലേക്ക് പറക്കി വെക്കുകയാണ്. അവർ കാണാതെ പറക്കി വെക്കുകയാണ്. അപ്പോഴത്തേക്കും ഇത് പിന്നീട് ശിവ അവിടെ നിന്ന് നേരെ വാഷ്റൂമിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് വാഷ്റൂമിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് പവിത്ര നിൽക്കുന്നു. ചെങ്കോൽ എവിടെ, എന്താ അവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പവിത്ര സത്യം പറഞ്ഞാൽ പവിത്രയുടെ ഗെറ്റപ്പും അടിപൊളിയായിരുന്നു. എടുത്ത് പറയാനുള്ള ഒരു ലെവലിൽ രാജഗുരുവിന്റെ ഗെറ്റപ്പാണ് പവിത്രയ്ക്കും. രാജമാത കൂടിയ ഒരു അമ്മച്ചിയെ പോലെയൊക്കെയാണ്. ഒരു കറക്റ്റ് നമ്മുടെ അത്ഭുത ദീപൊക്കെ കണ്ട പോലെയാണ് എനിക്ക് തോന്നിയത് ഇന്ന് കണ്ടപ്പോഴത്തേക്കും. അപ്പോൾ ശിവ എന്ത് ചെയ്യുന്നു? ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത് അവിടെ നിന്ന് എടുത്തോണ്ട് പോവാണ്, മറിച്ചതാണ്. അപ്പോൾ നമ്മളെ ചെങ്കോല് കാണാനില്ല, അത് എവിടെ, അത് ഞാൻ കണ്ടുപിടിക്കാൻ നോക്കട്ടെ എന്നെല്ലാം ശിവ പറയുന്നു. ബാത്റൂമിനകത്തിരുന്ന് അപ്പുറത്തോട്ട് പറയുകയാണ്. അപ്പോൾ അതെല്ലാം ജെഫ്രി വന്നെന്ന് വ്യക്തമായിട്ട് കേൾക്കുന്നു, അറിയുന്നു. ശിവയാണ് ഒറ്റുകാരൻ എന്നുള്ള കാര്യം അറിയുന്നു. ഇത് രാജ്യത്തിനകത്ത് ഡിസ്കസ് നടക്കുന്നു. പക്ഷേ ശിവയുടെ അടുത്ത് ഇത് പറയുന്നില്ല. എന്നിട്ട് പിന്നീട് ശിവയെ വിളിച്ചിട്ട് ഈ രാജ്യത്ത് ആരോ ഒറ്റുകാരനുണ്ട്, ആരെന്നാണ് ശിവ തോന്നുന്നത് എന്നെല്ലാം ദീപക്കും റയാനും ഇത് അറിയുന്നത്. ദീപക്, റയാന, റാണവ്, പിന്നെ നമ്മുടെ ദീപക്, റയാന, റാണവ്, ജെഫ്രി ഇവർ ഇത്രയാണ് അറിയുന്നത്. ഇവർ വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ മുത്തുവിന് എനിക്ക് ഡൗട്ടുണ്ട് എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആനന്ദി ഡൗട്ടുണ്ട് എന്നൊക്കെ ശിവ പറയുന്നത്. അപ്പം ശിവ വിചാരിക്കുന്നത് ശിവയെ ഡൗട്ട് ഇല്ലെന്നാണ് ശിവ കരുതുന്നത്. പക്ഷേ ശിവയാണ് ഒറ്റുകാരൻ എന്നുള്ള കാര്യം അവർ കണ്ടുപിടിച്ചു. പിന്നീട് അടുത്ത ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ഇപ്പോഴത്തെ കളിമണ്ണ് സാധനങ്ങൾ ഓരോന്നും എടുത്തു നോക്കി അതിന് എത്രത്തോളം വില ഇടണം എന്ന് തീരുമാനിക്കണം. ഇത് തീരുമാനിക്കേണ്ട സേനാധിപതികളാണ്. മഞ്ജരിയും ദീപക്കുമാണ് തീരുമാനിക്കേണ്ടത്. പോയി മാർക്കിടാൻ പറയുകയാണ്. അങ്ങനെ ഇവർ മാർക്കിടാൻ പോകുന്നു. ഓരോരോ സാധനത്തിന് ഇത്ര പോയിന്റുകൾ, അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 10 സാധനത്തിന് ഇത്ര പോയിന്റുകൾ വീതം ഇടാൻ പറയുന്നു. അങ്ങനെ പോയിട്ട് 2 പേരോട് ഡിസ്കസ് ചെയ്ത് പോയിന്റുകൾ ഇടുന്നു. ഓരോന്നിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ടാണ് ഇടുന്നത്. അങ്ങനെ ബോയ്സിനെല്ലാം കൂടെ ഇട്ട് വരുമ്പോൾ 3130, ഗേൾസിനെല്ലാം കൂടെ ഇട്ട് വരുമ്പോൾ 2900 അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം അതിനകത്തും ബോയ്സ് തന്നെ ആ കളിമണ്ണ് ടാസ്കിൽ ബോയ്സ് ആണ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു? അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഇതാണ് 2ാമത്തെ ടാസ്ക്, 2ാമത്തെ കടമ്പ. അപ്പോൾ മൊത്തം 5 കടമ്പയിൽ 2 എണ്ണം വിജയിച്ചു. നാളെ ഇനി 1 എണ്ണം കൂടെ ബോയ്സ് വിജയിച്ചു കഴിഞ്ഞാൽ എന്താ ഭൂരിപക്ഷമായി. അപ്പോൾ അവർക്ക് തന്നെ എന്ത് കിട്ടും? ഈ നമ്മുടെ
സിംഹാസനം കിട്ടും എന്ന് പറയുന്നു. ടാസ്ക് തൽക്കാലത്തേക്ക് ഇന്ന് എൻഡ് ചെയ്യുന്നു. നേരെ സാജന പോയി കിടന്ന് എന്താണ് ഇവിടെ ടാസ്കിൻ്റെ ഇടയിൽ പവിത്രയെ കിടന്ന് വിശാൽ പാട്ടി 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 നടന്ന് വിളിച്ച് അവരെന്താ കിളവിയാണോ, അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞല്ലേ, രാജമാത ആയതുകൊണ്ടാണ് അവരങ്ങനെ നടക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിളിക്കില്ല എന്നെല്ലാം പറഞ്ഞ് തീർക്കുന്നു. അതിനുശേഷം ഇന്ന് രാത്രി എങ്ങനെ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ചെങ്കോൽ തിരിച്ചെടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സാജന എന്ത് ചെയ്യുന്നു, സാജനയും എല്ലാ ടീമും കൂടെ അപ്പുറത്തുനിന്ന് ചെങ്കോൽ എടുക്കാൻ തീരുമാനിക്കുന്നു. അവിടുത്തെ ചെങ്കോലും കിരീടവും എല്ലാം കൂടെ പറക്കിയെടുത്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ചെങ്കോലും വാളും എല്ലാം കൂടി റാണവ് കാണുന്നു. റാണവ് അത് പിടിച്ചു വാങ്ങിക്കുന്നു. അപ്പം നിന്റെ നമ്മുടെയിലാണ്, നമുക്ക് തിരിച്ചു താന്നൊക്കെ പറയുന്നു. ഒരുവിധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് തിരിച്ച് കൊടുക്കുന്നു. പക്ഷെ വാള് ഇപ്പൊ റാണവിന്റെ ചെങ്കോല് റാണവിന് തിരിച്ച് കിട്ടുന്നു. അതവരെ എടുത്തോണ്ട് പോകുന്നു. തിരിച്ച് സാജനയുടെ ചെങ്കോൽ അവർക്ക് കൊടുക്കുന്നു. പക്ഷെ വാളൊക്കെ ഇപ്പം രണ്ടുപേരുടെ വാളിരിക്കുന്ന ആരുടെ കയ്യിലാണ്, സാജനയുടെ കയ്യിലാണ്. അപ്പോൾ റാണാവ് മണ്ടത്തരം, മണ്ടൻ തന്നെ എന്നെല്ലാം റയാൻ വന്നെന്ന് പറയുന്നുണ്ട്. ചിരിച്ച് കളിച്ചൊക്കെ എല്ലാവരും നിൽക്കുന്നു. പുറത്ത് ആണുങ്ങളെല്ലാവരും ഉണ്ട്. റാണവാണകത്ത് വേണ്ട പോണ്ട, ഇപ്പോൾ ഓവർ ഷോ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ആരും അങ്ങോട്ട് റാണവിൻ്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. എനിക്ക് റിവ്യൂ പറയാനൊന്നുമില്ല, കാരണം ഇന്നൊരു കഥയായിരുന്നു അവിടെ നടന്നത്. വേറെ ഒന്നുമേ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഭയങ്കര വലിയ സംഭവമാണെന്നുള്ള ആ ഒരു കടമ്പ മാത്രമാണ് എനിക്ക് ആ കൂടി ഇഷ്ടപ്പെട്ടത്. 5 കടമ്പ കടന്ന് ഇതിനകത്ത് മസ്ലി ഒരു കടമ്പ ചെങ്കോൽ അടിച്ച് മാറ്റുക എന്നുള്ളതാണ് ഉറപ്പാണത്, കട്ടായമായിരിക്കും. നാളെ നമുക്ക് കാണാം. ഒരു കടമ്പ ചെങ്കോൽ അടിച്ച് മാറ്റുക എന്നുള്ളത് തന്നെയായിരിക്കും. പിന്നെ ഒരെണ്ണം മറ്റുള്ള ആ സാധനങ്ങൾ എന്ത് ജുവൽസും അവർ ഓരോരുത്തരെയും മ്യൂസിയത്തിൽ ഇരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അത് അടിച്ചു മാറ്റുക എന്നുള്ളതായിരിക്കും. നോക്കാം, എന്തായാലും നാളെ വരാം അപ്ഡേറ്റുമായിട്ട്. അപ്പം അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.